കോഴിക്കോട് പേരാമ്പ്രയിലെ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. അപകടത്തിന്റെ നിർണായക CCTV ദൃശ്യം പുറത്തുവന്നു. പമ്പിൽ നിന്ന് യുവതി കന്നാസിൽ ഇന്ധനം വാങ്ങുന്നതാണ് ദൃശ്യം. ഈ ദൃശ്യങ്ങളിലുള്ളത് സോന ആണെന്നാണ് സംശയം. വാഹനത്തിന്റെ തകരാറല്ല തീപിടുത്തത്തിന് കാരണമെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. തീ പടർന്നത് എഞ്ചിൻ നല്ലെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ ബോധ്യമായി. കാറിൽ പെട്രോളുമായി പോകവെയായിരുന്നു തീപിടുത്തമെന്നാണ് സൂചന. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ സോനയുടെ കുടുംബം കഴിഞ്ഞ ദിവസം ദുരൂഹത ആരോപിച്ചിരുന്നു. ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു കൊലപാതകമാണെന്ന് സംശയമായിരുന്നു. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ ഒരു യുവതി, അതായത് സോന തന്നെയാണ് ആ പമ്പിൽ നിന്നും ഇന്ധനം വാങ്ങിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? പക്ഷെ അവിടെ ഈ ഭർത്താവിലേക്കായിരുന്നല്ലോ ഒരു സംശയം നീങ്ങുന്നത്. ഭർത്താവ് കൊലപ്പെടുത്തിയതാകാമെന്ന സംശയം ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ സോന എന്തിനത് വാങ്ങി, ഈ ഇന്ധനം വാങ്ങി? അതിന് പിന്നിൽ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു സംശയം പോലീസിനുണ്ടോ? എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോം, ഈ തീപിടുത്തം നടന്ന് ഗർഭിണി മരിച്ച അന്ന് തന്നെ നമ്മൾ ആ സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ, അല്ലെങ്കിൽ വാഹനത്തിലെ പരിശോധനകൾ ഫോറൻസിക് വിഭാഗവും പോലീസൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. അന്ന് തന്നെ ചില സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ദുരൂഹതകളുണ്ട് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. പ്രത്യേകിച്ചും ഈ വാഹനത്തിന്റെ ഈ പെട്രോൾ ടാങ്കിൽ പ്രത്യേകിച്ച് ലീക്കോ അല്ലെങ്കിൽ മറ്റ് അത് പൊട്ടിത്തെറിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ എഞ്ചിൻ ഭാഗം, അതായത് റേഡിയേറ്ററും മറ്റുമൊക്കെ ചൂടാവുമ്പോൾ എഞ്ചിൻ ഭാഗം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ എഞ്ചിൻ ഭാഗത്ത് യാതൊരു തരത്തിലുമുള്ള തീപിടുത്തം ഉണ്ടായിട്ടില്ല. ഒപ്പം ഈ പോലുള്ള ചോർച്ചയും അതും പലപ്പോഴും പൊട്ടിത്തെറിയിലേക്ക് നയിക്കാറുണ്ട്. പക്ഷെ അതും കുഴപ്പമില്ല. ഒപ്പം ഈ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ ഷോർട്ട് സർക്യൂട്ട്, ആ സാധ്യതയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റെന്ത് തരത്തിലുള്ള ഇടപെടലാണ് ഈ തീപിടുത്തത്തിൽ ഉണ്ടായതെന്നൊരു സംശയം പോലീസിന് അന്ന് തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ കുടുംബത്തിന്റെ പരാതിയൊക്കെ അടക്കം വന്നിരുന്നത്. ഈ റിജിൻലാലും ഈ സോനയും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല ജീവിതം നയിച്ചിരുന്നത്. റിജിൻലാൽ വലിയ തോതിലുള്ള പീഡനങ്ങൾക്ക് ഈ യുവതിയെ വിധേയമാക്കിയെന്നും മറ്റു ഒരു സ്ത്രീയുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നെന്നും അടക്കം സോനയ്ക്ക് സംശയമുണ്ടായിരുന്നു. ഇതേ ചൊല്ലി അവരുടെ ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് മറ്റു ചില വിവരങ്ങൾ കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. അതായത് +2 കാലത്ത് തുടങ്ങിയ ഒരു പ്രണയമാണ് ഇരുവരും തമ്മിൽ. ഇതിനിടയിൽ ഈ ബന്ധം വേർപിരിയുകയും മറ്റൊരാളെ വിവാഹം കഴിക്കാനായി റിജിൻലാൽ തയ്യാറെടുക്കുകയും ചെയ്തു. പിന്നീട് ഇതിനെതിരെ ഒരു കേസൊക്കെ നൽകുകയും ആ കേസൊക്കെ തീർപ്പാക്കി ആണ് റിജിൻലാൽ ഈ യുവതിയെ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷവും മറ്റു ചില ബന്ധങ്ങളിലേക്ക് ഇയാൾ പോയി എന്ന രീതിയിലുള്ള വിവരങ്ങൾ ഈ സോനയുടെ ബന്ധുക്കൾ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആകെപ്പാടെ ഒരു ദുരൂഹത ഇക്കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് വളരെ വിശദമായ പരിശോധനയിലേക്ക് കടക്കുമ്പോൾ ഈ സംഭവം നടന്ന ദിവസം രാവിലെ ഏതാണ്ട് 7 മണി മുതൽ ഉച്ചതിരിഞ്ഞൊരു 3 മണി വരെ ഈ സോനയുടെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു സോന ഉണ്ടായിരുന്നത്. അവിടെ സഹോദരിയുടെ മകൾ ഒരു യുവതിയാണ്, അവരോടൊപ്പമാണ് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു. ഇതിനുശേഷം പേരാമ്പ്രയിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ സാധന സാമഗ്രികൾ വാങ്ങാൻ ഒപ്പം പോയി. ഇതിനുശേഷമാണ് ഈ വീട്ടിലേക്ക് ഇവർ പോയത്, നടുവണ്ണൂരിലെ വീട്ടിലേക്ക് പോയത്. പക്ഷെ ആ സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞാണ്, അല്ലെങ്കിൽ അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ സമയത്തിനിടയിൽ. ആ സമയത്താവും ഒരുപക്ഷെ ഈ പെട്രോൾ പമ്പിൽ പോയി സോന കന്നാസിൽ പെട്രോൾ വാങ്ങിയതെന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതിനുശേഷം കാറിനുള്ളിൽ ഈ പെട്രോൾ കരുതുകയും അവിടെ വെച്ച് ഒരു തീ കൊളുത്തി ഒരുപക്ഷെ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഭർത്താവിനെ വധിക്കാൻ ഉള്ള ശ്രമവും നടത്തി കാണാം എന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം പെട്രോൾ വാങ്ങിയത് ഈ സോനയാണ്. അതുകൊണ്ട് ഭർത്താവ് എങ്ങനെ മുന്നിൽ നിന്നും പിന്നിലേക്കൊരു ആക്രമണം നടത്തും എന്നൊരു സംശയമുണ്ട്. എന്തായാലും അത്തരം ഒരു നിഗമനത്തിലേക്കാണ്. പക്ഷേ പൂർണ്ണമായും പോലീസ് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ രീതിയിലാണ് നടന്നതെന്ന് എന്നത് സംബന്ധിച്ച് തരുന്നില്ല. പക്ഷേ കണക്ക് കൂട്ടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ രീതിയിലേക്ക് തന്നെ നീങ്ങുന്നു. ഈ റിജിൻലാലിനും സോനയെ കുറച്ച് നാളുകളായി സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പിതൃത്വം, ഈ 6 മാസം ഗർഭിണിയായിരുന്നു സോന, ആ കുട്ടിയുടെ പിതൃത്വത്തെ പോലും സംശയിക്കുന്ന ഒരു തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി. DNA പരിശോധനകൾ നടത്തണം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളും ഇരുവരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ അങ്ങേയറ്റം വഷളായി ബന്ധം നിൽക്കുമ്പോൾ ഈ ജീവൻ ഒടുക്കുക, അല്ലെങ്കിൽ ഇയാളെ കൂടെ കൊല്ലുക എന്നൊരു രീതിയിലേക്ക് അവർ എത്തിയോ എന്ന ഒരു സംശയം ഇപ്പോഴുണ്ട്. നമുക്ക് ഇപ്പോഴും പറയാം ഒരു സംശയവും ഒരു നിഗമനവുമാണ്. പൂർണ്ണമായ ഒരു ചിത്രത്തിലേക്ക് പോലീസ് ഇപ്പോഴും പോയിട്ടില്ല. കാര്യങ്ങളുടെ ഒരു ആകത്തുക പരിശോധിക്കുമ്പോൾ, അതായത് അന്ന് രാവിലെ മുതൽ ഉള്ള സോനയുടെ
പ്രവർത്തനം മാറി അവരുടെ വീട്ടിൽ നിൽക്കുക, ഈ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ നിൽക്കുക, ഒപ്പം പെട്രോൾ പമ്പിൽ പോയി ഈ പെട്രോൾ വാങ്ങുക, പിന്നീട് ഈ കാറിലെ യാത്ര, ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ പൂരിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും അത്തരം ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് സമഗ്രമായി നടത്തുന്നുണ്ട്. അധികം വൈകാതെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത. അതായത് ഈ സോന തന്നെ ഒരു കൂട്ടാത്മഹത്യക്ക് പദ്ധതി ഇട്ടതാണെന്ന് തന്നെയാണോ പോലീസിന്റെ ഒരു സംശയം അല്ലെ അനുമാനം? നമുക്കിവിടെ അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുവരും തമ്മിൽ ദാമ്പത്യ ബന്ധത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട് പോലും തർക്കമുണ്ടായിരുന്നു. പക്ഷേ ഇതിനു മുൻപ് ഈ വിവാഹം കഴിക്കുന്നതിന് മുൻപ് പല നാടകീയമായ സംഭവവികാസങ്ങളും ഉണ്ടായിട്ടുള്ളതല്ലേ? അതായത് അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ +2 മുതലുള്ള പ്രണയം, അതിനിടെ ഈ രജിൻ ലാലിന് മറ്റൊരു ബന്ധമുണ്ടാകുന്നു. ഇതേ തുടർന്ന് ആത്മഹത്യാ ശ്രമം വരെ നടത്തിയിട്ടുള്ളതാണ് സോന. പിന്നീട് അതായത് ഈ വിവാഹത്തിന് ശേഷം എന്തായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? തീർച്ചയായും ഈ വിവാഹത്തിന് ശേഷവും ഈ വിവേഹേതര ബന്ധങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തന്നെയാണ് ഇവരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും ഇരുവരും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയോടുകൂടി അല്ല പോരുന്നത്. കാരണം ഒരു തോക്കിൻ മുനയിൽ നിർത്തി എന്ന വണ്ണമാണ് രജിൻ ലാലിനെ കൊണ്ട് ഈ സോന വിവാഹം കഴിപ്പിച്ചത്. അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. പിന്നീട് കേസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ ഈ രജിൻ ലാൽ വിദേശത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങോട്ട് പോലും പോകാൻ കഴിയാത്ത വിധം കുരുക്കുകൾ മുറുകുന്ന സാഹചര്യത്തിലാണ് ഗത്യന്തരമില്ലാതെയാണ് രജിൻ ലാൽ സോനയെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വരച്ചേർച്ച അവരുടെ വിവാഹ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ രജിൻ ലാലിന്റെ അച്ഛനും അമ്മയ്ക്കുമായി നല്ല രീതിയിൽ അടുപ്പം ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് വലിയ പരാതികളും ഈ സോനയുടെ കുടുംബത്തിലില്ല. ഒപ്പം ഈ വിവാഹം കഴിഞ്ഞ ശേഷവും ഏതാണ്ട് 5-6 മാസം അവിടെ നിന്നും മാറി നിൽക്കുന്ന, അതായത് പിണങ്ങി വീട്ടിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം പോലും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ചില കല്ലുകടികൾ ഇവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്. പക്ഷെ പരസ്പരം ഒരു സംശയ മുന്നിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഒരുപക്ഷെ ഈ കുഞ്ഞിന്റെ പിതൃത്വമൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാവാം ഈ സോനയ്ക്ക് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും കൃത്യമാണ്, ആ വാഹനം പരിശോധിക്കുമ്പോൾ പ്രകടമാണ്, മറ്റ് തകരാറുകളൊന്നുമില്ല. ആ വാഹനത്തിന് ഉൾഭാഗം, പ്രത്യേകിച്ചും ഈ സീറ്റ്, മറ്റ് ബീഡിങ്ങുകൾ, അങ്ങനെയുള്ള ഭാഗങ്ങളാണ് പൂർണ്ണമായും കത്തി അമർന്ന് പോയിരിക്കുന്നത്. എഞ്ചിൻ ഭാഗത്തേക്കൊന്നും പോയിട്ടേ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊട്ടിത്തെറി വാഹനത്തിൽ ഉണ്ടായിട്ടില്ല എന്നും നമുക്ക് പറയേണ്ടി വരും. കന്നാസിനകത്ത് പെട്രോൾ വാങ്ങി ഒഴിച്ചാൽ അത് ആ ഒരു പരക്കുന്ന ഭാഗത്താണ് പരന്നിരിക്കുന്നത്. അപ്പം കൃത്യമായും ഒരു ലക്ഷ്യം ഒരുപക്ഷെ ഭർത്താവിനെ വകവരുത്തി സ്വയം ജീവൻ ഒടുക്കുക എന്നത് തന്നെ ആയിരിക്കണം എന്നൊരു നിഗമനത്തിലേക്കാണ് ആ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും കുറച്ചുകൂടി വ്യക്തത ഈ കാര്യങ്ങൾക്കൊക്കെ കൈവരേണ്ടതുണ്ട്. പക്ഷെ ഇത്തരം ഒരു നിഗമനത്തിലേക്കാണ് ആ കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും വാഹനത്തിനുള്ളിൽ നിന്നും പെട്രോളിന്റെ അംശങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ശരീരഭാഗത്തിലും ഈ പെട്രോളിന്റെ ഒരു സാന്നിധ്യം പ്രകടമാണ്. അതുകൊണ്ട് പെട്രോൾ ഒഴിച്ചു തന്നെയാണ് ഈ തീ കത്തിച്ചത്, അല്ലെങ്കിൽ കാറിനുള്ളിൽ ഒരു കത്തിക്കൽ നടന്നു എന്നതിനെ കുറിച്ച് പോലീസിന് ഇപ്പോഴും ആ സംശയമില്ല. ഒപ്പം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു അടപ്പ് ഈ കാറിനുള്ളിൽ നിന്നും കിട്ടിയിരുന്നു. ആ അടപ്പ് ഒരുപക്ഷെ ഇതിന്റെയാണ് എന്ന് കരുതാം. അതൊക്കെ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ വിശദമായ പരിശോധനകൾ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു. അതായത് അനീഷ്, ഈ രജിൻ ലാലിന് ഈ സംഭവത്തിൽ പങ്കില്ല. അതായത് രജിൻ ലാൽ ആസൂത്രിതമായി നടത്തിയൊരു കൊലപാതകം എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെയും പോലീസിന്റെ നിഗമനമെങ്കിൽ ഇന്ന് CCTV ദൃശ്യം ലഭിച്ചതാണോ ഈ കേസിൽ വഴിത്തിരിവായത്? തീർച്ചയായും എങ്ങനെയാണ് ഈ മരണം നടന്നത് എന്നത് തന്നെയായിരുന്നു പോലീസിന് ആദ്യം കുഴക്കിയ ചോദ്യം. കാരണം കാറിന് സാങ്കേതികമായ തകരാറുകളില്ല, അല്ലെങ്കിൽ കാറിനുള്ളിൽ സാങ്കേതികമായ തകരാറുകൾ കൊണ്ടൊരു പൊട്ടിത്തെറി നടന്നിട്ടില്ല. ഈ മോട്ടോർ വെഹിക്കിൾ വിഭാഗമൊക്കെ നടത്തിയ പരിശോധനയിലും അത് തന്നെ വ്യക്തമായി. ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ കാറിന്റെ സാങ്കേതിക തടസ്സങ്ങളില്ല, അല്ലെങ്കിൽ ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെട്രോളിന്റെ അംശം ശരീരത്തിൽ നിന്നും കണ്ടെത്തുന്നു, വാഹനത്തിനുള്ളിൽ നിന്നും പെട്രോൾ കണ്ടെത്തുന്നു. അതായത് പെട്രോൾ ഒഴിച്ചാണ് ഈ സ്ഫോടനം അല്ലെങ്കിൽ ഈ തീപിടുത്തം നടന്നതെന്ന് വ്യക്തമാകുന്നു. പിന്നീട് ഈ അന്ന് രാവിലെ മുതൽ എവിടെയായിരുന്നു സോന എന്നത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങി. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് പെട്രോൾ പമ്പിൽ നിന്നും ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയും അവർ ഒരു കന്നാസിൽ പെട്രോളുമായി പോവുകയും ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഈ രജിൻ ലാൽ അല്ല പെട്രോൾ വാങ്ങിയിരിക്കുന്നത്, സോനയാണ് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തീരുമാനിച്ചുറച്ച രീതിയിൽ തന്നെയായിരിക്കും
ആ കാര്യങ്ങൾ നടന്നത് എന്ന ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ഒരുപക്ഷെ ആദ്യ ഘട്ടത്തിൽ ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. രണ്ടുപേർ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പുറകിലെ സീറ്റിൽ ഇരിക്കുന്ന ഒരു ആൾ മാത്രം എങ്ങനെ വാഹനത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ മരിക്കും? അവർക്ക് എന്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല? രജിൻലാൽ ആദ്യം പുറത്തേക്ക് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ചെറിയ കൈത്തോട്ടിലേക്ക് ഇറങ്ങി അദ്ദേഹം ശരീരത്തിലെ പൊള്ളൽ പാടുകളൊക്കെ മായ്ക്കുന്നു. അതിനുശേഷമാണ് ഈ യുവതി ഈ വാഹനത്തിനുള്ളിലുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ ഒരു സംശയത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതായത് ഭാര്യയെ രക്ഷപ്പെടുത്താൻ പോലും നിൽക്കാതെ വെള്ളത്തിലേക്ക് ചാടി സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തിയ ആൾ എന്നൊരു പ്രതീതിയാണ് ആദ്യഘട്ടത്തിൽ നിലനിന്നത്. പിന്നാലെയാണ് ഈ കുടുംബത്തിന്റെ ആരോപണമടക്കം വരികയും ചെയ്തത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിലെ ആ കാര്യങ്ങൾ ഏതാണ്ട് മാറി വരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇപ്പോഴും പോലീസിന്റെ ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത നൽകേണ്ടതുണ്ട്. ഇനി മറിച്ചാണോ എന്നതും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പല ദുരൂഹതകളും ഉണ്ട്. പ്രത്യേകിച്ചും സോന എന്തിനാണ് അങ്ങനെ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചത്, അല്ല ഒരു കൂട്ടാത്മഹത്യക്ക് പദ്ധതിയിട്ടത്, ജീവനൊടുക്കിയത് എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. എന്തായാലും CCTV ദൃശ്യം പുറത്തു വന്നത് കേസിൽ പോലീസിന് വലിയൊരു തുമ്പായിരിക്കുകയാണ്. അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.